ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മുടെ VBSന്റെ ഡേ 4 എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ VBSൽ ഹെൽപ്പിംഗ് ഡേ ആയിട്ടാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ പപ്പയെയോ മമ്മിയെയോ വീട്ടിലുള്ള ആരെയെങ്കിലും ഹെൽപ്പ് ചെയ്യണം കേട്ടോ. നമുക്ക് നേരെ സിംഗിങ് സെഷൻ ആരംഭിക്കാം. Sing la
പ്രശോഭിതരായി ഞങ്ങൾ വസിക്കും. സാക്ഷികളായി നല്ല സേവകരായി പ്രശോഭിതരായി ഞങ്ങൾ വസിക്കും. പ്രകാശം ഈ ഭൂവിൽ പരത്തും. പ്രകാശം ഈ ഭൂവിൽ പരത്തും. ക്രിസ്തുവിൽ അനുദിനമാശ്രയിച്ചെന്നും മുന്നേറും. ഇരുളിൻ കോട്ടയിൻ ശക്തിയെ ഞങ്ങൾ തകർത്തിടും. Light, light of the world we are. Light, light of the world we are. Light, light of the world we are. Shine on and on. Light, light of the world we are. Light, light of the world we are. Light, light of the world we are. Shine on and on. നിങ്ങളുടെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി നിങ്ങൾ വാക്യങ്ങളൊക്കെ നല്ലതുപോലെ പഠിക്കുന്നുണ്ടെന്ന്. ഇന്ന് നമുക്ക് പുതിയൊരു വാക്യം പഠിക്കാം. അല്ല കൂട്ടുകാരെ, എല്ലാവരും സന്തോഷമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നോ? കൊറോണ കാരണം പുറത്തിറങ്ങാനോ പള്ളിയിലോ പോകാനോ പറ്റുന്നില്ലല്ലേ? അതുകൊണ്ട് നമുക്ക് VBS ആയിട്ട് ഒരുമിച്ച് കൂടുവാനും പറ്റിയില്ല. എന്നാൽ ദൈവം തമ്പുരാൻ ഓൺലൈൻ VBS ആയി ഒരുമിച്ച് കൂടുവാൻ ദൈവം സഹായിച്ചു. ഇന്ന് VBSന്റെ എത്ര ദിവസമാ? കറക്റ്റ് 4-ാം ദിവസമാണ്. 1-ാം ദിവസം നാം എന്തിനെ കുറിച്ചാണ് പഠിച്ചത്? ജോയ്, സന്തോഷത്തെ കുറിച്ച് പഠിച്ചു. 2-ാം ദിവസം സ്നേഹം, ലവിനെ കുറിച്ച് പഠിച്ചു. 3-ാം ദിവസം ഫെയ്ത്ത്, വിശ്വാസത്തെ കുറിച്ച് പഠിച്ചു. ഈ 3 വാക്യങ്ങളും കൂട്ടുകാർ ഓർക്കുന്നുണ്ടോ? കുറച്ചു പേര് മറന്നുപോയല്ലേ? സാരമില്ല, ഇന്നത്തെ നമ്മുടെ VBSന് ശേഷം ഈ വാക്യങ്ങളൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യണം കേട്ടോ. ഇന്ന് ഡേ 4 നാം പീസിനെ കുറിച്ച്, സമാധാനത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇന്നും ഒരു കൊച്ചു വാക്യം നമുക്ക് പഠിക്കാം. കൂട്ടുകാർ റെഡിയാണോ? ഓക്കെ, ഇന്നത്തെ വാക്യം എടുത്തിരിക്കുന്ന ഏത് ബുക്കിൽ നമുക്ക് നോക്കാം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഫിലിപ്പീൻസ് ചാപ്റ്റർ 4 വേഴ്സ് 7. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. And the peace of God which transcends all understanding will guard your hearts and your minds in Christ Jesus. ഈ വാക്യം പഠിക്കാൻ കൂട്ടുകാർ റെഡിയാണോ? അതോടൊപ്പം ഒരു ചെറിയ ടാസ്കും കൂടെ ഞാൻ തരികയാണ്. സാധാരണ നമ്മൾ പീസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ഒരു ഇമേജ് എന്തിൻ്റെയാണ്? കറക്റ്റ്, ഒരു പ്രാവിന്റെ, പീജന്റെയാണ്. അതുപോലെ ഇന്ന് നമ്മൾ ഈ വാക്യം പഠിക്കുന്നതോടൊപ്പം തന്നെ ഒരു ചെറിയ പേപ്പർ ക്രാഫ്റ്റ് ഇവിടെ ടാസ്ക് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. അപ്പൊ വാക്യം പഠിക്കാനും ടാസ്ക് ചെയ്യാനും നിങ്ങൾ റെഡിയാണോ? ഓക്കെ, നമുക്ക് വാക്യം പഠിക്കാം. ഈ ടാസ്ക് ചെയ്യാൻ ഇതുപോലെ ഒരു സ്ക്വയർ പേപ്പറാണ് നമുക്ക് ആവശ്യം. അപ്പോൾ കൂട്ടുകാർ വാക്യം പഠിക്കാൻ റെഡിയാണല്ലോ? എൻ്റെ പിന്നാലെ പറയണേ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വാക്യം. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഫിലിപ്പീൻസ് ചാപ്റ്റർ 4 വേഴ്സ് 7. And the peace of God which transcends all understanding will guard your hearts and your minds in Christ Jesus. വാക്യം പഠിച്ചോ? വാക്യം പഠിച്ച കൂട്ടുകാരെ? എൻ്റെ പേര് ഒന്നുകൂടെ പറയാം. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ
കാക്കും. And the peace of God, which transcends all understanding, will guard your hearts and your minds in Christ Jesus. ഓക്കെ, നമ്മുടെ പേജ് ഇപ്പോൾ റെഡിയാണ്. ഇന്ന് നാം പഠിച്ച വാക്യം ഒരു പ്രാവശ്യം കൂടെ നമുക്ക് നോക്കാം. ഫിലിപ്പിയർ 4:7. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കിൽ കാക്കും. ഫിലിപ്പീൻസ് chapter 4 verse 7. And the peace of God, which transcends all understanding, will guard your hearts and your minds in Christ Jesus. അതുകൊണ്ട് നമുക്കും പീസ് മേക്കേഴ്സ് ആകാം. ഈ ടാസ്ക് നിങ്ങൾ ചെയ്യണം. സമാധാന ദൂതവാഹകരാകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് പുതിയൊരു ക്ലാപ്പ് വീണ്ടും പഠിക്കാം. നമുക്ക് എല്ലാവർക്കും ജോൺ വിൽസൺ അച്ഛനെ ഒരുമിച്ച് വിളിക്കാം. എല്ലാവരും റെഡി അല്ലേ? റെഡി, 1 2 3. ജോൺ വിൽസൺ അച്ഛാ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എന്തുണ്ട്, സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും സന്തോഷമാണോ? എല്ലാവരും പുഞ്ചിരി എനിക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ? യെസ്, വെരി ഗുഡ്. കം ഓൺ. ഇന്ന് VBSന്റെ എത്രാമത്തെ ദിവസമാ? ഇന്ന് ഓൺലൈൻ VBSന്റെ 4ാമത്തെ ദിവസം, 4th ഡേ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലാപ്പ് ഒക്കെ ഓർക്കുന്നുണ്ടോ? നല്ല ക്ലാപ്പുകളൊക്കെ നിങ്ങൾ ചെയ്തല്ലേ? കം ഓൺ. ഇന്ന് നമ്മുടെ തീം എന്താണ്? പ്രകാശിക്കുക സമാധാനമായി, അല്ലെ? പീസ്ഫുള്ളി എന്നുള്ളതാണ്. പീസ് എന്നുള്ളതാണ് ഇന്നത്തെ തീം. അങ്ങനെയെങ്കിൽ നമുക്കൊരു ക്ലാപ്പ് പഠിക്കാം ഇതിൽ കൂടെ. എന്താണ് ക്ലാപ്പ്? ഈ പീസ് എന്ന് പറയുമ്പോൾ ഏതോ ഒരു പക്ഷി നമ്മൾ ഓർത്തു വരുമല്ലോ. യെസ് 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 യെസ്, ഡവ്. യു റൈറ്റ്. ഡവ് ആണ്, പ്രാവിനെയാണ് നമ്മൾ എല്ലായ്പ്പോഴും പീസിന്റെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനുള്ളത്. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ക്ലാപ്പ് എന്ന് പറയുന്നത് ഡവ് ക്ലാപ്പ്, പ്രാവിന്റെ ക്ലാപ്പാണ്, അല്ലെ? അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് ചിന്തിക്കാം, എന്തൊക്കെ ഉണ്ട് പ്രാവ്, അല്ലെ? എങ്ങനെയൊക്കെ കാണും പ്രാവ്, നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ പ്രാവിന് ഏറ്റവും മനോഹരമായ ചിറകുകളുണ്ട്, അല്ലെ? പറക്കുന്നതായിട്ടുള്ള ചിറകുകളാണ്. അത് വെച്ച് നമുക്കൊരു ക്ലാപ്പ് ഉണ്ടാക്കാം, റൈറ്റ്? ഈ പ്രാവിനെ എങ്ങനെ കാണിക്കും? നിങ്ങൾ 2 കൈ ഇങ്ങനെ പിടിച്ചേ. ആഹാ, വെരി ഗുഡ്. കാണുന്നുണ്ടോ? 2 ചിറക് കാണുന്നുണ്ടോ? പറക്കുന്നുണ്ടോ? ഇവിടെ തലയുണ്ടോ? വെരി ഗുഡ്. അങ്ങനെയെങ്കിൽ ഇത് വെച്ച് നമുക്കൊരു ക്ലാപ്പ് ഉണ്ടാക്കാം. എങ്ങനെയാണ് ക്ലാപ്പ്? ഈ ക്ലാപ്പ് ഇങ്ങനെയാ പോകുന്നത്. എന്നെ നോക്കുക, ശ്രദ്ധിക്കുക. ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്റെ കൂടെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. റെഡി? കം ഓൺ, നമുക്കിത് ചെയ്യാം. റെഡി? എങ്ങനെയാണ് ഡവ് ക്ലാപ്പ് പോകുന്നത്? ഇറ്റ് ഗോസ് ലൈക്ക് ദിസ്. 1 2. Okay? Ready? Do with me. 1 2 3 start. 1 2. നിങ്ങളൊന്ന് ഇരുന്ന് എന്റെ ഇങ്ങനെ റൈറ്റ് ഒന്ന് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ പ്രാവശ്യം 1 2 ഈ സൈഡ്, റൈറ്റ്? തേർഡ് ടൈം വരുമ്പോൾ 1 2 പ്രാവ് ഉണ്ടാക്കുക. ചെയ്യാമോ? That's all. Come on. നമുക്ക് ഒരുമിച്ച് ചെയ്ത് നോക്കാം. Ready? Are you ready? Come on. 1 2 3 start. 1 2 1 2 1 2. Thank you so much. ഡിവോഷൻ സെഷന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. Hi kids, welcome to this year's VBS Light of the World. Today is the 4th day of the VBS and we have a special sub-theme for today. It's called Light as Peace. What was that? You know what? I was just trying to change my ringtone. Itna pedichu. I never expected that. I'm actually frightened of a lot of things. I'm frightened of ghosts, I'm frightened of the dark. Oh. But are you frightened of anything? You know insects like cockroaches, spiders, you know, they're very creepy and crawly. If you are afraid of small insects, what would happen if you came face to face with a wild animal like a lion?
I would have just run away for my life, you know. Sometimes running is not much of an option. Do you know the story of a person who came face to face with a lion and was not eaten by the lions? No. Let me tell you a story. Yes, I like to listen to stories. Long time ago, when these lands were ruled by kings, there was a king who had a very special prime minister. He was a man of prayer. This prime minister used to pray 3 times a day and read and meditate on the word of God. And God has blessed him so much that he became very powerful in the land, and the king also loved this prime minister very much. Nice. The king made him superior over all the other officers. But the other officers were very jealous of this prime minister. I bet they might have come with some wicked trick to trick him. Yes. The officers went to the king and said, "O king, we know that you are most powerful, you are most majestic. And so we have decided that for the next 30 days, we will worship only you as our God. Oh, how And we crooked. want you to make a rule that anybody who worships any other god will be thrown to the den of lions." Oh, Yeah. The foolish king signed the law. And you know what happened when Daniel heard about this law? no. He went to his room, and as it was his daily habit, he went down on his knees 3 times a day to pray and meditate on the word of God. The other officers, they ran to the king and said, "O king, there is one man in your kingdom who does not obey your law." The king was angry and said, "Who is this man? He will be thrown to the den of lions because he doesn't worship me. He worships some other god." And the officers immediately said, "This man is none other than our own prime minister, Daniel." Oh, Now the king was shocked. He said, "What? My prime minister Daniel? He has disobeyed me?" The other officers said, "Yes, and according to the law, you have to throw him to the den of lions to be killed." I bet the king might have had a very bad day. Yes, he was very dismayed, very sad. But he had made the rule. And so, even though he was not willing for it, he had to put Daniel into the den of lions. And he ordered that Daniel would be put into the den of lions. But after he went back into his palace, the king could not sleep. He was very disturbed, and the next day, early in the morning, he ran to the den, and standing outside the den, he started crying out, "Oh, my dear friend Daniel, my dear friend Daniel." You think Daniel would have been killed, right? Yeah. But when the king was crying outside the den, he heard a voice saying, "Oh king, don't cry. I am very much alive inside the den." Oh, Daniel is alive? Yes, and just like you, the king was also very surprised, and he said, "How is it possible that you are alive? Is it for real?" Praise God. And Daniel said, "Yes, praise the Lord, because my God had sent his angels to shut the mouth of the lions, because of which, when I fell into the den of lions, these lions could not harm me." How powerful our God is. Yes, the king also said, "The God of Daniel is the most powerful," and he ordered that Daniel should be brought out of the den. And then from that day onwards, the king said, "From today onwards, we will all worship only the one true God, the God whom Daniel worships." Praise God. Praise God. You know, Daniel had to face so many difficulties in his life. But even in the midst of all those difficulties, even when he was in the lion's den, he had peace in his heart. Why? Because of 3 reasons. Number 1, he was a man of prayer. Every day he would pray thrice. Secondly, he was a man who read and meditated on the word of God. Thirdly, when he was blessed by God, he would give thanks to God. When he was saved from the lion's den, he said, "I thank God and praise God for saving me." So, my dear friends, Like Daniel, even I also.
would like to, pray, meditate on the Word of God, and give thanks, So likewise, even I can see miracles in my life. Yes. My dear friends, these are the three ways in which Daniel experienced God's blessings in the midst of all his difficulties. We can also experience God's peace, God's blessings in the midst of all our difficulties if we do three things. Number one, peace will come into our hearts through prayer. Secondly, peace will come into our hearts by meditating on the Word of God. Thirdly, peace will come by giving thanks to God in everything. So, let us recap. Number one, peace comes through prayer. Peace comes through reading and meditating on the Word of God. And thirdly, peace comes through giving thanks to God. So, did you like the story? Oh yes, very much. I'm sure all our friends love this story. Thank you for listening to us. God bless you. ഇന്നലത്തെ മാജിക് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നമ്മുടെ സജുവച്ചൻ വീണ്ടും ഒരു കിടിലൻ സർപ്രൈസ് സെഷനുമായിട്ട് നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും സജുവച്ചനെ വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യാം. ഹായ് കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ 3 ദിവസത്തെ മർത്തോമ സൺഡേ സ്കൂൾ സമാജം നടത്തുന്ന ഓൺലൈൻ VBS നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവോ? ഈ ആക്ടിവിറ്റി ടൈമിലേക്ക് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 3 ദിവസം നമ്മൾ പഠിച്ചത് പേപ്പറും കൊണ്ടുള്ള ആർട്ട് വർക്കാ. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് പെയിന്റിംഗ് ചെയ്യാൻ വേണ്ടിയാണ്. വളരെ സിമ്പിൾ ആയിട്ട് വീട്ടിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് നന്നായി പെയിന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനാവശ്യമായിരിക്കുന്നത് ഒരു വെള്ള ചാർട്ട് പേപ്പർ, വാട്ടർ കളർ, ഗ്ലിറ്റർ പെൻ, ബോൾ പെൻ, a straw, ഫെവിക്കോൾ ആൻഡ് സിസർ. ഇത്രയും കാര്യമാണ് നമുക്ക് ആവശ്യം. നമ്മൾ ആദ്യം കുറച്ച് ബ്ലാക്ക് കളർ നമ്മുടെ വൈറ്റ് പേപ്പറിലോട്ട് ഒഴിക്കത്ര. അത് വാട്ടർ കളറാണ്. അതിനെ പെതിയെ ഊതുന്നു. Now we are leaving it for a few minutes to dry. At the time we are taking this chart paper and cutting it in a different way. Just watch it like this. Is a beautiful pot for our painting, and now we will design it in a different way. First we will നമ്മുടെ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ഫ്ലവർ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. Either you can use like this, see, a glitter pen, and we can make like this. See, one we can make like this, or you can add 2 colors. You can add 2 colors like this, yellow and red. If you have
buds in your home, you can color it like this. See, mixing the red with it. Not only you can use this color, but you can use other colors too. It will be more beautiful and it will look nice. But every time you have to use different buds for it. See. If you don't have watercolor in your house, you can use the bold marker like this. It will be more beautiful and it will look nice. But you can use all your resources in making this painting. It will be more good and it will be more beautiful. The pot here. See a beautiful painting, a wall painting for a house. God bless you. Let this painting paint your house, paint your heart, and live as a light for the Lord. God bless you. ഇന്നത്തെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നാളെ നിങ്ങൾ എല്ലാവരും വരണം കേട്ടോ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇന്ന് ഞങ്ങൾ സമാധാനത്തെപ്പറ്റി പഠിച്ചല്ലോ. ജീവിതത്തിലെ പ്രയാസത്തിലൊക്കെ ദൈവിക സമാധാനം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കണമേ. ആമേൻ. നമ്മുടെ ഓൺലൈൻ കോൺടെസ്റ്റിനെ പറ്റി ആരും മറക്കരുത്. നിങ്ങളുടെയൊക്കെ വീഡിയോ samajam.media@gmail.com പെട്ടെന്ന് തന്നെ അയച്ചു തരണം. അപ്പോൾ നാളെ കാണാം. ടാറ്റാ.